വിശദമായ വാർത്തകളിലേക്ക്. ഇന്ത്യ മുന്നണി പിളർപ്പിന്റെ വക്കിലേക്ക്. നിതീഷ് കുമാർ NDAയോട് അടുക്കുന്നു. കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്ന നൽകിയതിന് പിന്നാലെ പ്രധാനമന്ത്രിയെ പുകഴ്ത്തി നിതീഷ് കുമാർ. 2007 മുതൽ 2013 വരെ UPA സർക്കാരിനോട് ഈ ആവശ്യം ഉന്നയിച്ചെങ്കിലും സാധിച്ചില്ല. കർപ്പൂരി ഠാക്കൂറിന് ഭാരത് രത്ന നൽകിയത് തങ്ങൾ ആവശ്യപ്പെട്ടിട്ടാണെന്നും ഇതിൽ പ്രധാനമന്ത്രിയെ അഭിനന്ദിക്കുന്നുവെന്നും നിതീഷ് കുമാർ പറഞ്ഞു. ഇതിനു മുൻപ് തന്നെ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് AAPയും തൃണമൂൽ കോൺഗ്രസും പ്രഖ്യാപിച്ചിരുന്നു. വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് അശ്വിനി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അശ്വിനി, ഇന്ത്യ മുന്നണി വളരെ പ്രതീക്ഷയോടെ ഭരണപക്ഷത്തിനെതിരായി ഒറ്റക്കെട്ടായി പ്രതിപക്ഷ മുന്നണികളെല്ലാവരും ചേർന്ന് പോരാടും എന്നുള്ള തീരുമാനത്തിൽ ഉണ്ടായ സഖ്യം അത് പിളർപ്പിലേക്ക് പോകുന്നു എന്ന് വേണോ കരുതാൻ? ആര്യ, ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ അങ്ങനെ തന്നെയാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ആം ആദ്മിയും അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസും ഒറ്റയ്ക്ക് മത്സരിക്കാൻ ഉള്ള തീരുമാനം പ്രഖ്യാപിക്കുകയായിരുന്നു. പഞ്ചാബിലാണ് ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുക, 13 സീറ്റിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. തൊട്ടു പിന്നാലെ തന്നെ മമതയും തന്റെ നിലപാട് വ്യക്തമാക്കി. ബംഗാളിൽ CPMും അതുപോലെ തന്നെ മറ്റ് ഇടതു പാർട്ടികളും കോൺഗ്രസുമായും സഖ്യത്തിനില്ലെന്ന് മമത വ്യക്തമാക്കുകയും ചെയ്യുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നിതീഷ് കുമാറിന്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. നിതീഷ് കുമാർ നേരത്തെ NDAയുടെ ഭാഗമായിരുന്നു. 2 വർഷം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ഒപ്പം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിതീഷ് കുമാറിന്റെ ഒരു ചാഞ്ചാട്ടം അപ്രതീക്ഷിതമെന്ന് നമുക്ക് പറഞ്ഞുകൂടാ. നിതീഷ് കുമാർ ഏത് നിമിഷവും NDAയ്ക്കൊപ്പം ചേർന്നേക്കുമെന്നുള്ള സൂചനകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഭയം എല്ലാ പാർട്ടികൾക്കും, മുന്നണിയിലുള്ള പാർട്ടികൾക്കെല്ലാം ഉണ്ടായിരുന്നു താനും. അതുകൊണ്ട് നിതീഷ് കുമാറിന്റെ പുതിയ പ്രസ്താവന വളരെ കരുതലോടുകൂടി തന്നെയാണ് ഇന്ത്യ മുന്നണിയിലെ മറ്റു കക്ഷികളെല്ലാം വീക്ഷിക്കുന്നത്. ഇന്നലെ കർപ്പൂരി ഠാക്കൂർ, അതായത് ബീഹാറിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന കർപ്പൂരി ഠാക്കൂറിന് ഭാരത് രത്ന കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ഇതാണ് പുതിയൊരു നീക്കങ്ങൾ അല്ലെങ്കിൽ പുതിയ നിലപാട് മാറ്റങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. ചുരുക്കത്തിൽ ഇന്ത്യ മുന്നണിയുടെ എല്ലാ തരത്തിലുള്ള നീക്കങ്ങൾക്കും കറക്റ്റായ രീതിയിൽ അല്ലെങ്കിൽ ചെക്ക് വെച്ചിരിക്കുകയാണ് BJP. കർപ്പൂരി ഠാക്കൂറിന് കൂടി ഭാരതരത്ന നൽകുമ്പോൾ അയോധ്യയിലൂടെ ഏകദേശം ഹിന്ദി മേഖലകളിലെല്ലാം തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാൻ BJPക്ക് സാധിച്ചു. തൊട്ടു പിന്നാലെ കർപ്പൂരി ഠാക്കൂർ, അതായത് BJPക്ക് കാര്യമായ വേരോട്ടമുള്ള അല്ലെങ്കിൽ കാര്യമായ പിന്തുണയില്ലാത്തൊരു ഹിന്ദി മേഖലയിലെ സംസ്ഥാനമാണ് ബീഹാർ. അവിടെ കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്ന നൽകുന്നതിലൂടെ BJP പ്രതിപക്ഷ പാർട്ടികൾക്ക് ഒരു ചെക്ക് വെച്ചിരിക്കുകയാണ്. അതിനെ മറികടക്കാൻ ഇനി എങ്ങനെ സാധിക്കുമെന്നുള്ളതും വലിയൊരു തലവേദനയാണ്, പ്രത്യേകിച്ച് RJD പോലുള്ള പാർട്ടികൾക്ക്. നിതീഷ് കുമാർ കർപ്പൂരി ഠാക്കൂറിന് അനുകൂലമായി അല്ലെങ്കിൽ കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്ന നൽകിയതിന് അനുകൂലമായി രംഗത്ത് വരുന്നതോടുകൂടി നിതീഷ് കുമാർ തന്റെ ഭാഗം അല്ലെങ്കിൽ തന്റെ നിലപാട് വളരെ വ്യക്തമാക്കുകയും ചെയ്തു. ഈ പരാമർശം, അതായത് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളോട് കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്ന നൽകണമെന്ന ആവശ്യം പലവട്ടം ഉന്നയിച്ചിട്ടും അത് നടപ്പാക്കിയില്ല എന്ന് പ്രത്യേകിച്ച് എടുത്തു പറയുമ്പോൾ അത് കോൺഗ്രസിന് നേരെയുള്ള ഒരു വിമർശനമാണ്. അതുപോലെ തന്നെ RJDക്ക് നേരെയുള്ള ഒരു വിമർശനമായി കാണും. കാരണം തൊട്ടു പിന്നാലെ RJDയുടെ ഒരു പരിവാർവാദത്തെ അദ്ദേഹം വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് കർപ്പൂരി ഠാക്കൂർ തന്റെ കുടുംബത്തിന് വേണ്ടിയല്ല പ്രവർത്തിച്ചെന്ന്, മറിച്ച് രാഷ്ട്രീയ പാർട്ടിക്കും അതുപോലെ തന്നെ ജനങ്ങൾക്കും വേണ്ടി പ്രവർത്തിച്ച നേതാവായിരുന്നു എന്നുകൂടി അദ്ദേഹം ഇതോടൊപ്പം പറഞ്ഞു വെക്കുന്നുണ്ട്. അത് RJDക്കും അതുപോലെ തന്നെ കോൺഗ്രസിന് നേരെയുള്ള ഒരു അമ്പുകൂടിയാണ്. ഇതിലെല്ലാം അപ്പുറത്തായി കർപ്പൂരി ഠാക്കൂർ എന്ന നേതാവ് പ്രധാനമായും മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രധാന ആശയം എന്ന് പറയുന്നത് പിന്നാക്ക വിഭാഗങ്ങൾക്കുള്ള സംവരണമാണ്. അതിനുവേണ്ടി പ്രവർത്തിച്ച നേതാവാണ്. അപ്പോൾ ജാതി സെൻസസ് അടക്കമുള്ള കാര്യങ്ങൾ ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വയ്ക്കുന്നു. OBC സംവരണം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. ഇതിനെല്ലാം കൂടി അല്ലെങ്കിൽ ഇതിനെല്ലാം കൂടി മറികടക്കാനുള്ളൊരു നടപടി കൂടിയായിട്ടാണ് കർപ്പൂരി ഠാക്കൂറുള്ള ഭാരതരത്ന എന്ന പുരസ്കാരത്തെ കാണേണ്ടത്. ഇതിനെല്ലാം അനുകൂലിച്ചു അല്ലെങ്കിൽ ഈ ഒരു BJPയുടെ നീക്കത്തെ നിതീഷ് കുമാർ പരോക്ഷമായെങ്കിലും പിന്തുണയ്ക്കുകയാണെന്ന് നമുക്ക് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. അതോടുകൂടി ഇപ്പോൾ ഇന്ത്യ മുന്നണിയിലെ 3 പ്രധാന പാർട്ടികളാണ് ഇതോടുകൂടി അകലുന്നു എന്ന സൂചനകൾ വ്യക്തം നൽകുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ത്യ മുന്നണി എന്നത് മുന്നണി അല്ലാതാവുകയും മറിച്ച് ചില പാർട്ടികളുടെ, വളരെ കുറച്ച് പാർട്ടികളുടെ, പ്രധാനപ്പെട്ട 1-2 പാർട്ടികൾ ഒഴിച്ചാൽ ബാക്കിയുള്ളതെല്ലാം ചെറിയ പാർട്ടികളുടെ മാത്രം ഒരു സഖ്യമായി മാറുകയും അല്ലെങ്കിൽ ചുരുങ്ങുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ മുന്നിൽ കാണാവുന്നത്. ആര്യ, ശരി അശ്വിനി, തുടരുക. എന്തായാലും ബംഗാളിൽ ഒറ്റയ്ക്ക് മത്സരിക്കും എന്നുള്ള തീരുമാനം അത് അറിയിച്ചിരിക്കുകയാണ് മമതാ ബാനർജി. മമതയുടെ പ്രതികരണത്തിലേക്ക്. অল ইন্ডিয়ায় কি করবো না করবো আপনার ইলেকশন ভাববো, আমরা সেকুলার পার্টি, আমরা বিজেপিকে হারানোর জন্য যা করা হবে। কিন্তু এখন কোনো চর্চা নেই, মিথ্যে কথা, অ্যাবসলিউটলি রং। মিথ্যেটা আমি বলবো না, বলতে অ্যাবসলিউটলি রং। কোনো কাগজ এটাকে নিয়ে পলিটিক্স করছে, এটা রং। আর একটা কথা বলতে, কাজের চেপকে নিয়ে অনেকে পলিটিক্স করছে। ও তো জেলা পরিষদের সভাধিপতি আছে, আর ওকেও দুটো দায়িত্ব দেওয়া হচ্ছে নাটক দেখতে। এত মিথ্যে কথা আপনারা কেন বলবেন, কেন লিখবেন?
ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ അസമിലെ പര്യടനം ഇന്ന് അവസാനിക്കും. അസമിലെ ബാരപ്പെട്ട മുതൽ ഗൗരിപൂർ വരെയാണ് ഇന്നത്തെ യാത്ര. യാത്ര നാളെ പശ്ചിമബംഗാളിൽ പ്രവേശിക്കും. 7 ദിവസം യാത്ര ബംഗാളിൽ പര്യടനം നടത്തും. കഴിഞ്ഞ ദിവസം യാത്രക്കിടെ ഗുവാഹത്തിക്ക് സമീപമുണ്ടായ സംഘർഷത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. അതേസമയം രാജ്യത്തെ ഏറ്റവും അഴിമതിക്കാരനായ മുഖ്യമന്ത്രിയാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയെന്ന് രാഹുൽ ഗാന്ധി. അസം മുഖ്യമന്ത്രിയുടെ നിയന്ത്രണം അമിത്ഷായുടെ കയ്യിലാണ്. അമിത്ഷായ്ക്കെതിരെ എന്തെങ്കിലും പറയാൻ അയാൾ തുനിഞ്ഞാൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുമെന്നും രാഹുൽ പരിഹസിച്ചു. यहाँ पे आपके चीफ मिनिस्टर 24 घंटा नफरत फैलाते हैं, डर फैलाते हैं, मगर बात वहां नहीं रुकती है. जैसे असम में नफरत फैलती है, डर फैलता है, आपके चीफ मिनिस्टर आपकी जमीन चोरी कर लेते हैं. आप पान खाओ, सुपारी का बिजनेस उसके अंदर उनका. आप सुबह उठो, वो नफरत फैलाते हैं, और जब आप इधर उधर देखते हो आपके जेब में से खट पैसा निकालते हैं. तो ये इनका काम है. देश का सबसे भ्रष्ट चीफ मिनिस्टर. ठीक है. काजीरंगा में जमीन ले ली. हाँ. अब आप वहां पे काजीरंगा जाओगे, राइनो देखने जाओगे, पता लगेगा चीफ मिनिस्टर की पूरी वहां पे जमीन. शाम को पान खाओगे, पता लगेगा भैया चीफ मिनिस्टर का पान है. मीडिया देखोगे, टीवी देखोगे, टीवी के पीछे चीफ मिनिस्टर. तो जो भी आपको टीवी वाले मीडिया वाले बता रहे हैं वही बता रहे हैं जो असम का चीफ मिनिस्टर चाहता है. अच्छा, असम का चीफ मिनिस्टर, असम के चीफ मिनिस्टर का कंट्रोल किसके हाथ में? नहीं भाई, अमित शाह के हाथ में. अमित शाह के हाथ में. तो अगर इसने चू भी कहा, अमित शाह के खिलाफ चू भी कहा इसको 2 मिनट में लात मार के भगा देंगे. तो बात समझो, असम को असम नहीं चला रहा. ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ഒന്നാം സമ്മാനം XC224091 എന്ന നമ്പറിന് 20 കോടി രൂപയാണ് സമ്മാനത്തുക. തിരുവനന്തപുരത്തെ സബ് ഏജന്റായ ദുരൈ രാജിന്റെ ഉടമസ്ഥതയിലുള്ള ലക്ഷ്മി ലക്കി സെന്ററാണ് സമ്മാനത്തിന് അർഹമായ ടിക്കറ്റ് വിറ്റത്. ദുരൈ രാജ് ടിക്കറ്റ് വാങ്ങിയത് പാലക്കാട്ടെ ഷാജഹാൻ എന്നയാളിന്റെ ഉടമസ്ഥതയിലുള്ള വിൻസ്റ്റാർ ഏജൻസിയിൽ നിന്നാണ്. 1 കോടി രൂപയുടെ രണ്ടാം സമ്മാനം 20 പേർക്കാണ് ലഭിക്കുന്നത്. രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്കാണ്. ഷാജഹാനാണ് ടിക്കറ്റിന് സമ്മാനം ലഭിച്ച വിവരം ദുരൈരാജിനെ വിളിച്ചറിയിച്ചത്. ആദ്യമായിട്ടാണ് സമ്മാനത്തിന് അർഹമായ ടിക്കറ്റ് വിൽക്കുന്നതെന്ന് ദുരൈരാജ് പറഞ്ഞു. അതിയായ സന്തോഷമുണ്ടെന്നും ദുരൈരാജ് പറഞ്ഞു. ഐശ്വര്യാനിലിന്റെ റിപ്പോർട്ടിലേക്ക്. ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ നറുക്കെടുപ്പാണ് ഇന്ന് പൂർത്തിയായത്. ഒന്നാം സമ്മാനമായ 20 കോടി രൂപ ടിക്കറ്റ് XC224091 എന്ന നമ്പറിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചത്. അത് പാലക്കാട് ഷാജഹാൻ എന്ന ലോട്ടറി ഏജന്റ് വിറ്റ ടിക്കറ്റാണത്. മറ്റൊരു സബ് ഏജന്റിന് വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത്. വളരെ വളരെ സന്തോഷം. അതെ, ആദ്യമായിട്ടാണ് വലിയൊരു സമ്മാനം. പക്ഷെ നിരവധി 1 കോടി 50 ലക്ഷം 75 ലക്ഷം പിന്നെ പൂജാ ബമ്പറിൽ നമുക്കൊരു ഒന്നാം സമ്മാനം ഉണ്ടായിട്ടുണ്ടായിരുന്നു കുറച്ച് വർഷം മുമ്പ്. ലോട്ടറി ഏജൻസി തുടങ്ങിയിട്ട് എത്രയായി? ഞാൻ തുടങ്ങിയിട്ട് ഒരു 27 വർഷമാണ്. വിൻസ്റ്റാർ ലോട്ടറി ഏജൻസി പാലക്കാട്, അവിടെ നിന്ന് എടുത്ത ടിക്കറ്റിനാണ് അടിച്ചിരിക്കുന്നത്. ഒരു 1.5 മാസത്തിന് മുമ്പ് കഴിഞ്ഞ 7/12 ബില്ലിട്ടെടുത്ത ടിക്കറ്റാണ് അടിച്ചിരിക്കുന്നത്. ഒന്നാം സമ്മാനം 20 കോടി. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റ് വരുന്നതാണ്. ക്ഷേത്രത്തിലും ശബരിമല സീസൺ എല്ലാം ഉള്ളതാണ്. അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും അടിക്കാം. നല്ല തിരക്കുണ്ടായിരുന്നു, നല്ല കച്ചവടം ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം എനിക്ക് നല്ല സെയിലും ഉണ്ടായിരുന്നു. ആരാണെന്ന് 1-2 ദിവസം അറിയാൻ പറ്റുമായിരിക്കാം. ബാങ്കിൽ കൊടുത്തിട്ട് പറയാം, അല്ലെങ്കിൽ എന്താണെന്ന് നോക്കാം, വെയിറ്റ് ചെയ്യാം. എടുത്തു പറയുകയാണെങ്കിൽ മുൻ വർഷം 16 കോടി രൂപയായിരുന്നു ഒന്നാം സമ്മാനം. അത് മാറി ഇത്തവണ 10 സീരീസുകളിലെ ടിക്കറ്റുകൾ ഒന്നാം സമ്മാനമായി 20 കോടി നൽകിയിട്ടുണ്ടായിരുന്നു. രണ്ടാം സമ്മാനമായി 20 കോടി
20 പേർക്ക് 1 കോടി വീതം ലഭിക്കുന്ന ഒരു ക്രമീകരണമാണ് ഒരുക്കിയിരുന്നത്. ഒപ്പം 30 പേർക്ക് 10 ലക്ഷം രൂപ വീതം നൽകുന്ന 3ാം സമ്മാനവും 20 പേർക്ക് 3 ലക്ഷം രൂപ വീതം നൽകുന്ന 4ാം സമ്മാനവും, അങ്ങനെ ടിക്കറ്റ്, അതായത് സമ്മാനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. ഒപ്പം സമ്മാന തുകയും വർദ്ധിപ്പിച്ചു. അത് ലോട്ടറി ഏജന്റുകളുടെ കൂടി ആവശ്യം, അല്ലെങ്കിൽ അവർ പറഞ്ഞതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരം ഒരു നീക്കം നടത്തിയത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ടിക്കറ്റുകൾ വിറ്റുപോയി എന്നുള്ളതാണ്. ഒപ്പം 3,88,840 സമ്മാനങ്ങളായിരുന്നു കഴിഞ്ഞ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പറിന് ഉണ്ടായിരുന്നത്. മുൻവർഷത്തേക്കാൾ 3,02,460 സമ്മാനങ്ങളാണ് ഇക്കുറി. അതാണ് കൃത്യമായ ഇതിന്റെ ഒരു കണക്ക്. ആ വ്യത്യാസമുണ്ട്. ഇതോടെ ഇക്കുറിയുള്ളത് ആകെ 6,91,300 സമ്മാനങ്ങളാണ്. ആ രീതിയിൽ വലിയൊരു വർധനവ് ഈ സമ്മാനങ്ങളുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ടിക്കറ്റുകൾ, അതായത് കൂടുതൽ ടിക്കറ്റുകൾ വിറ്റുപോയി എന്നുള്ള കണക്കുകൾ വരുന്നു. ഒപ്പം ഈ സമ്മാന തുക വർദ്ധിപ്പിച്ചതാണ് ഇത്തരത്തിൽ ടിക്കറ്റുകൾ കൂടുതൽ വിറ്റുപോകാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത്. ഒപ്പം സമ്മാന തുക മാത്രമല്ല, സമ്മാനങ്ങളുടെ എണ്ണവും വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. എന്തായാലും സമ്മർ ബമ്പർ ടിക്കറ്റ് പ്രകാശനം കൂടി ഇന്ന് ഇതേ ന്യൂ ഇയർ ക്രിസ്മസ് ബമ്പർ സമ്മാന പ്രഖ്യാപനത്തിന് ശേഷം, സമ്മാന പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ സമ്മർ ബമ്പർ ടിക്കറ്റ് പ്രകാശനം ധനമന്ത്രി നിർവഹിച്ചു. ബിനീഷ് കോടിയേരിയെ ഇ ഡി ചോദ്യം ചെയ്യുന്നു. ബിനീഷിന് പങ്കാളിത്തമുള്ള കമ്പനികൾക്കെതിരായ ഫെമ കേസിലാണ് നടപടി. രേഖകളും ഹാജരാക്കി. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ഡാനി, ഈ ചോദ്യം ചെയ്യൽ എങ്ങനെ പുരോഗമിക്കുന്നു? മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? ഇന്ന് 11:30യോടുകൂടിയാണ് ബിനീഷ് കോടിയേരി അഭിഭാഷകനൊപ്പം കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ ഹാജരായത്. ബിനീഷ് കോടിയേരിയുമായി ബന്ധപ്പെട്ടുള്ള കമ്പനികൾ അതിന്റെ ഒരു വിദേശ നാണ്യവിനിമയ ചട്ടം ലംഘിച്ചു എന്നുള്ള ഒരു പരാതികളിലും കണ്ടെത്തലിലും എല്ലാം തന്നെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇ ഡിയുടെ ഒരു നടപടി എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ പണമിടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രേഖകളടക്കം ഇ ഡി ആവശ്യപ്പെട്ടിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെയും ഇ ഡി സമൻസ് നൽകിയിരുന്നതാണ്. പക്ഷെ അന്ന് ഹാജരായിരുന്നില്ല ബിനീഷ് കോടിയേരി. ഇപ്പോൾ രണ്ടാമത്തെ സമൻസിലാണ് ഇപ്പോൾ ഹാജരായിരിക്കുന്നത്. 11:30 ഇന്ന് ഇ ഡി ഓഫീസിൽ എത്തുകയും ചോദ്യം ചെയ്യൽ ഇപ്പോഴും തന്നെ തുടരുകയും ചെയ്യുകയാണ്. പ്രധാനമായും ബിനീഷ് കോടിയേരിയുടെ കേരളത്തിലുള്ള കമ്പനികളുടെ പലതിന്റെയും പ്രവർത്തനങ്ങൾ സംബന്ധിച്ചുള്ള സംശയങ്ങളാണ് ഇ ഡി അന്വേഷിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം ഇ ഡി നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് ചോദ്യം ചെയ്യുന്നതിനെ വിളിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ ബംഗളൂരുവിൽ വെച്ച് ഒരു മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബിനീഷ് കോടിയേരിക്കെതിരെ മൊഴി ഉണ്ടായിരുന്നു. അന്ന് മയക്കുമരുന്ന് ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പണമിടപാടിൽ കള്ളപ്പണം അടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ബിനീഷ് കോടിയേരിയെ മൊഴി നൽകിയിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് ബംഗളൂരു ഇ ഡിയും ഇത് ബന്ധപ്പെട്ടുകൊണ്ട് ബിനീഷ് കോടിയേരിയെ ചോദ്യം ചെയ്യലടക്കം നടത്തിയിരുന്നു. ഇപ്പോൾ കേരളത്തിലുള്ള കമ്പനികളുടെ പ്രവർത്തന സംബന്ധിയായ കാര്യങ്ങളിലാണ് ഇവിടെ ഇ ഡി കൊച്ചി ഓഫീസ് അന്വേഷണം നടത്തുന്നത്. ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ശരി, ഡാനി പോളാണ് വിവരങ്ങൾ നൽകി. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ഒരുപാട് വരും വെളിയിൽ നിന്നൊക്കെ വന്ന് എടുക്കാറുണ്ട്. വെളിയിൽ നിന്നുള്ളവരാണ് കൂടുതൽ. ഈ തമിഴ്നാട്, ആന്ധ്ര, കർണാടക, ബോംബെ, ഇങ്ങനെ എല്ലാ സ്ഥലത്തു നിന്ന് വന്ന് ടിക്കറ്റ് എടുക്കാവുന്ന ആൾക്കാർ നിറയെ ഉണ്ട്. വർഷങ്ങളായിട്ടുള്ള പരിചയമുള്ള ആൾക്കാരുണ്ട്. നിറയെ ടിക്കറ്റ് എടുക്കുന്നവരുണ്ട്. അവർക്ക് ആർക്കെങ്കിലും കിട്ടിയിരിക്കാം, ഇവിടെയും വരാം. അത് ഒരു ഉറപ്പില്ല നമുക്ക് പറയാം. കമ്മീഷൻ എത്ര കിട്ടുന്നത്? കമ്മീഷൻ 10% ആണ്. അവരെത്ര ചെറിയ കമ്മീഷൻ എടുത്തിട്ട് ബാക്കി കിട്ടും. അവർ കുറച്ച് കമ്മീഷൻ എടുക്കും. എടുക്കും. ഇൻസ്റ്റാർ DDS ഒക്കെ ഉള്ളതല്ലേ, നോക്കാം. പേര് മീനാക്ഷിയാണ്. ലക്ഷ്മി സെന്റർ. ഇതിനു മുമ്പ് അടിച്ച വലിയ പ്രൈസ് ഏതായിരുന്നു? ഇതിനു മുമ്പ് 10 lakhs വെച്ച് ഒരു 7 പ്രാവശ്യം എനിക്ക് അടിച്ചിട്ടുണ്ട്. ഇത്ര വലിയ പ്രൈസ് ആദ്യമാണ്. ഇത് ആദ്യമായിട്ടാ ഒരു 20 കോടി കിട്ടുന്നത്. വളരെ സന്തോഷം. എന്റെ ഈ 35 വർഷത്തെ ഒരു ഇതിന് പ്രാരബ്ധത്തിന് കിട്ടിയതാണ് അംഗീകാരം എന്ന് വേണം പറയാൻ. എത്തട്ടെ. അവർ ബാങ്കിൽ കൊടുത്തിട്ട് എന്നെ അറിയിച്ചാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആരെങ്കിലും കിട്ടിയ സമ്മാനം 20 കോടി കിട്ടിയ ആൾക്ക് എന്റെ അഭിനന്ദനങ്ങൾ. അവർക്ക് എല്ലാവിധ അഭിനന്ദനം കൊടുക്കുന്നു. അവർക്ക് ബാങ്കിൽ കൊടുത്തിട്ട് എന്നെ അറിയിക്കണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം. ആലപ്പുഴയിൽ മുഖ്യമന്ത്രി സഞ്ചരിച്ച നവകേരള ബസിന് നേരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച മുഖ്യമന്ത്രിയുടെ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥനും നോട്ടീസ്. അനിൽ കല്ലിയൂരും സന്ദീപും ഹാജരാകുന്നതിനായി ആലപ്പുഴ സൌത്ത് പോലീസ് നോട്ടീസ് നൽകി. കേസെടുത്ത് 1 മാസത്തിന് ശേഷം തിരുവനന്തപുരത്ത് നേരിട്ടെത്തിയാണ് നോട്ടീസ് കൈമാറിയത്. അന്വേഷണത്തിൽ പോലീസ് ഒത്തുകളിക്കുന്നുവെന്ന പരക്കെ ആക്ഷേപം നിലനിൽക്കെയാണ് നടപടി.
നവകേരള സദസ്സ് ആലപ്പുഴ ജില്ലയിൽ പര്യടനം നടത്തിയ ഡിസംബർ 15-നാണ് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർക്ക് ക്രൂരമർദ്ദനമേൽക്കുന്നത്. KSU ജില്ലാ പ്രസിഡന്റ് തോമസ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹി അജയ് എന്നിവർ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച ബസ് കടന്നുപോയപ്പോൾ ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ നിന്ന് കരിങ്കൊടി ഉയർത്തി മുദ്രാവാക്യം വിളിച്ചു. റോഡരികിൽ നിന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ അരൂർ എസ്ഐയുടെ നേതൃത്വത്തിൽ കസ്റ്റഡിയിലേക്ക് മാറ്റി. എന്നാൽ പിന്നാലെ വന്ന മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനം നിർത്തുകയും അപ്രതീക്ഷിതമായി പുറത്തിറങ്ങി പ്രവർത്തകരെ ആക്രമിക്കുകയുമായിരുന്നു. അടിയേറ്റ് വീണുകിടന്നവരെ ഗൺമാൻ അനിൽ കല്ലിയൂർ, സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപ്, മറ്റു 2 സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നിവർ വളഞ്ഞിട്ട് തല്ലി. നിയമം മറികടന്നുള്ള ഉദ്യോഗസ്ഥരുടെ അക്രമം വലിയ വിവാദമായെങ്കിലും മുഖ്യമന്ത്രി അറിഞ്ഞ ഭാവം പോലും നടിച്ചില്ലെന്ന് മാത്രമല്ല ഉദ്യോഗസ്ഥരെ ന്യായീകരിക്കുക കൂടി ചെയ്തു. സംഭവത്തിൽ പരാതിയുമായി തോമസും അജയും സൗത്ത് പോലീസിനെ സമീപിച്ചെങ്കിലും കേസെടുക്കാൻ തയ്യാറായില്ല. പിന്നീട് കോടതി ഇടപെടലിനെ തുടർന്നാണ് അനിൽ, സന്ദീപ്, കണ്ടാലറിയാവുന്ന 2 സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നിവരെ പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തത്. ആയുധം കൊണ്ട് ആക്രമിക്കുക, ഗുരുതരമായി പരിക്കേൽപ്പിക്കുക, അസഭ്യം പറയുക തുടങ്ങിയ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. കേസെടുത്ത് 1 മാസമായെങ്കിലും തുടർ നടപടികൾ പോലീസ് ബോധപൂർവം വൈകിപ്പിക്കുന്നു എന്ന പരക്കെ ആക്ഷേപമുണ്ട്. നടപടികൾ ആരംഭിച്ച് 1 മാസത്തിന് ശേഷമാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഉൾപ്പെടെയുള്ള പ്രതികൾ ഹാജരാകാൻ കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകിയത്. തിരുവനന്തപുരത്ത് നേരിട്ടെത്തിയായിരുന്നു നടപടി. അക്രമത്തിൽ വിമർശനം പോലും ഉന്നയിക്കാത്ത മുഖ്യമന്ത്രി സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഗുഡ് സർവീസ് എൻട്രി കൂടി നൽകിയ പശ്ചാത്തലത്തിൽ പ്രതികൾ തിങ്കളാഴ്ച ഹാജരാകുമോ എന്ന് വേണം കാത്തിരുന്നു കാണാൻ. ന്യൂസ് 18 ആലപ്പുഴ. മുഖ്യമന്ത്രിയുടെ ഗൺമാനെ അറസ്റ്റ് ചെയ്യാത്തത് നീതിന്യായ വ്യവസ്ഥയോടുള്ള വെല്ലുവിളിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേസ് അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നുവെന്നും VD സതീശൻ പാലക്കാട് പറഞ്ഞു. നമ്മുടെ നാട്ടിൽ നീതിന്യായം ഉറപ്പുവരുത്തേണ്ട മുഖ്യമന്ത്രിയുടെ ഇടതുഭാഗത്തും വലതുഭാഗത്തും നിന്ന് നീതിന്യായ സംവിധാനത്തെ ഈ 2 പേരും വെല്ലുവിളിക്കുകയാണ്. അവർ വരുമെന്ന് നോക്കാം. ഒരു കാരണവശാലും അവരെ ആരെയും വെറുതെ വിടില്ല. കാരണം അവർ ചെയ്ത ക്രൂരതയ്ക്കും നിയമവിരുദ്ധമായ നടപടികൾക്കും നിയമപരമായി ഞങ്ങൾ പോരാടും എന്ന് പറഞ്ഞാണ്. നിയമപരമായി അവരുടെ പുറകെ ഞങ്ങളുണ്ട്. ഒരു കാരണവശാലും വെറുതെ വിടില്ല. അത്ര ക്രൂരതയാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരായിരുന്നുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ അവർ നടത്തിയത്. ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും വിടില്ല. ഞങ്ങൾ നോക്കുകയാണ്. നീതിന്യായ വ്യവസ്ഥിതിയെ അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ വീണ്ടും കോടതിയെ ഞങ്ങൾ സമീപിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുന്ന സംശയമില്ല. മാസപ്പടി കേസിലെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷനിൽ കേന്ദ്രം നിലപാട് അറിയിക്കാത്തതിൽ ഹൈക്കോടതിക്ക് അതൃപ്തി. SFIO അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ നിലപാട് അറിയിക്കാൻ കേന്ദ്ര സർക്കാരിനും KSIDCക്കും ഹൈക്കോടതി സാവകാശം നൽകി. SFIO അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഉപഹർജി ഹൈക്കോടതി അംഗീകരിച്ചില്ല. അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ SFIO ആവശ്യം ഉന്നയിച്ചിട്ടില്ലെന്നും അതിനാൽ ആവശ്യം പരിഗണിക്കാനാവില്ലെന്നും കോടതി വ്യക്തമാക്കി. ഭേദഗതി ചെയ്ത ഹർജി നൽകിയാൽ ഇക്കാര്യം പരിഗണിക്കാമെന്നും ഹൈക്കോടതി പറഞ്ഞു. നവമി ദിനേശിന്റെ റിപ്പോർട്ടിലേക്ക്. മുഖ്യമന്ത്രിയുടെ മകൾക്കും കമ്പനിക്കുമെതിരായ മാസപ്പടി ആരോപണത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണത്തിന് തടസ്സമില്ലെന്ന് ഹൈക്കോടതി അറിയിച്ചു. കേന്ദ്ര സർക്കാർ നിലപാട് അറിയിക്കാത്തതിൽ ഹൈക്കോടതി അതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തു. വിശദീകരണം നൽകാൻ 2 ആഴ്ചത്തെ സമയം വേണമെന്നാണ് കേന്ദ്രത്തിന്റെ ആവശ്യം. മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലുള്ള ഈ കമ്പനിയിൽ മാസപ്പടി ഇടപാട് നടക്കുന്നുണ്ട്, അതിലൊരു അന്വേഷണം വേണമെന്നായിരുന്നു ഷോൺ ജോർജ് ഉപഹർജി നൽകിയിരുന്നത്. നിലവിലെ ഹർജിക്കാരന്റെ ആവശ്യപ്രകാരം കമ്പനിക്കകത്തുള്ള പ്രശ്നങ്ങൾ മാത്രമായിരിക്കും ഈ ഒരു അന്വേഷണത്തിൽ ഉണ്ടാകുക. കാരണം ഇത്തരത്തിലൊരു മാസപ്പടി പണം വാങ്ങിയെന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് 3 അംഗ സമിതി അന്വേഷിക്കണമെന്ന് കോർപ്പറേറ്റ് മന്ത്രാലയം ഉത്തരവിട്ടത്. 4 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഉത്തരവിലുണ്ടായിരുന്നു. കമ്പനി നിയമത്തിലെ 210 വകുപ്പ് പ്രകാരമാണ് നിലവിൽ അന്വേഷണം നടക്കുന്നത്. ഈ വകുപ്പ് പ്രകാരമുള്ള ഒരു അന്വേഷണം കമ്പനി നിയമത്തിൽ മാത്രം ഒതുങ്ങുന്ന ഗൗരവം കുറഞ്ഞൊരു അന്വേഷണമായിരിക്കും എന്നാണ് ഷോണിന്റെ ആരോപണം. അതുകൊണ്ടാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കൃത്യമായിട്ടുള്ളൊരു അന്വേഷിക്കണം, ഇതിലൊരു സത്യാവസ്ഥ തെളിവ് പുറത്തേക്ക് കൊണ്ടുവരണമെന്നൊരു ആവശ്യം ഷോൺ ജോർജ് കോടതിയിൽ ഉന്നയിച്ചത്. എന്തായാലും ഇതിൽ കേന്ദ്രത്തിനൊരു കൃത്യമായിട്ടുള്ളൊരു നിലപാട് അറിയിക്കാൻ കേന്ദ്രത്തിന് ഇതുവരെയും സാധിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം ഈ ഹർജി പരിഗണിച്ചപ്പോൾ തന്നെ കോടതി കേന്ദ്രത്തിനോട് നിലപാട് ആരാഞ്ഞിരുന്നു. പക്ഷേ അന്വേഷണം വേണമോ വേണ്ടയോ എന്നതിൽ ഇതുവരേക്കും കേന്ദ്രത്തിന് നിലപാട് പറയാൻ കോടതിയിൽ കഴിഞ്ഞിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു സാവകാശം കൂടി വേണമെന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടത്. എന്തായാലും 2 ആഴ്ചയ്ക്കുള്ളിൽ വീണ്ടും ഹർജി പരിഗണിക്കുമ്പോൾ ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം വേണമെന്നും ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഫെബ്രുവരി 12-ന് ഹർജി വീണ്ടും പരിഗണിക്കും.
മുസ്ലിം ലീഗിന്റെ LDF പ്രവേശന സാധ്യത തള്ളി KT ജലീൽ. മുസ്ലിം ലീഗ് ഇടതുപക്ഷത്തെത്താനുള്ള സാധ്യത കാണുന്നില്ല. ലീഗിന്റെ പല നിലപാടുകളും സർക്കാരിന്റെ നിലപാടും ചേരുമ്പോൾ ഉള്ള പ്രതികരണമാണ് നേതാക്കൾ നടത്തുന്നത്. ആ പ്രശംസകൾ രാഷ്ട്രീയമാണ്. ഒരു മുന്നണിയിലേക്കുള്ള ക്ഷണമായി അവയെ കാണേണ്ടതില്ലെന്നും KT ജലീൽ പറഞ്ഞു. ലീഗിന്റെ പല കാര്യങ്ങളിലെയും നിലപാട് ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ നിലപാടിന് അനുകൂലമായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാർ നടത്തുന്ന പ്രതികരണം എന്നതിനപ്പുറം അതിനെ കാണേണ്ടതില്ല. ലീഗുമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സഖ്യത്തിന്റെ ആരംഭമായിട്ട് അതിനെ വ്യാഖ്യാനിക്കേണ്ടതില്ല. ഭരിക്കുന്ന ഒരു പാർട്ടി ചെയ്യുന്ന കാര്യങ്ങളിൽ ശരിയുണ്ട് എന്ന് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഭരിക്കുന്ന പാർട്ടിക്ക് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ നേതാക്കന്മാർ അത്തരം പാർട്ടികളുടെ, പ്രതിപക്ഷത്തുള്ള പാർട്ടികളുടെ നേതാക്കന്മാരെയും പാർട്ടിയെയും ഒരുപക്ഷെ പ്രശംസിച്ചു എന്ന് വരും. അത് തികച്ചും രാഷ്ട്രീയമാണ്. അല്ലാതെ പുതിയ ഒരു രാഷ്ട്രീയ സഖ്യത്തിന്റെ നാന്ദിയായി ആരും അതിനെ ദുർവ്യാഖ്യാനം ചെയ്യേണ്ടതില്ല. റഷ്യൻ സൈനിക വിമാനം തകർന്നു വീണു. അപകടത്തിൽ 65 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. കൊല്ലപ്പെട്ട 65 പേരും യുക്രൈൻ സൈനികരാണെന്നാണ് റിപ്പോർട്ട്. 6 ജീവനക്കാർ ഉൾപ്പെടെ 9 പേർ കൂടി വിമാനത്തിൽ ഉണ്ടായിരുന്നുവെന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. റഷ്യൻ ഇല്യൂഷൻ സെക്കൻഡ് 76 വിമാനമാണ് തകർന്നത്. യുക്രൈൻ യുദ്ധ തടവുകാരുമായി പോവുകയായിരുന്ന വിമാനമാണിതെന്നാണ് പ്രാഥമിക വിവരം. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 5750 രൂപ, പവന് 46,000 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 4780 രൂപ, പവന് 38,240 രൂപ. വെള്ളി ഗ്രാമിന് 77 രൂപ, കിലോഗ്രാമിന് 77,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം.